കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 58ാം ഡിവിഷൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന MD സുരേന്ദ്രൻ നാടിന്റെ നല്ല നാളേക്കായി പുത്തൻ വികസന മാതൃകകളാണ് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏത് കാലഘട്ടത്തിലും ഒരു സുഹൃത്തായി കൂടപ്പിറപ്പായി ജനങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും ഉറപ്പു നൽകുന്നുണ്ട് അദ്ദേഹം. ആദ്യം പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇവിടുത്തെ ഈ ഇന്ദിരാഗാന്ധി റോഡിൽ ഒരുപാട് നാളെ ഒരു വരണമെന്ന് വിചാരിക്കുന്നു. ഇന്നേ വരെ ഈ ഇടത് വലുത് ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ അക്യൂണാസിൻ്റെ അവിടെ നല്ല ഒരു കനാലായിരുന്നു, അത് ചുരുക്കി കാണയാക്കി ഇപ്പോൾ അവിടെ വണ്ടി ഇടാൻ മാത്രമുള്ള സൗകര്യമാക്കി. ഒരു പബ്ലിക് സൗകര്യം കൂടി ചെയ്തിട്ടില്ല. എന്ത് സൗകര്യമായിരുന്നു അത്? അത്രയും സ്ഥലം വെറുതെ വേസ്റ്റ് പോയതല്ല. ഇപ്പോൾ വഴിയെ പോകുന്ന വണ്ടിയെല്ലാം ഇടാൻ വേണ്ടി മാത്രമാക്കിയത്. ഒരു വീട്ടിൽ വെള്ളത്തിന് ചെന്നപ്പോഴേക്കും അതുമില്ല. അവർ പറയുന്നത് റോഡ് വെട്ടിപ്പൊളിച്ചാലേ ആ കുടുംബത്തിന് വെള്ളം കിട്ടുകയുള്ളൂ. നരേന്ദ്രമോദിയുടെ ജൻ ജീവൻ പദ്ധതിയിലുള്ള ഇതാണ്, ആ വീട്ടുകാർക്കില്ല. ഇത് ഈ സ്ഥാനാർത്ഥിയുടെ വലതുപക്ഷത്തിൻ്റെയും കൃത്യവിലോപം കൊണ്ട് മാത്രമാണ് ആ കുടുംബത്തിന് വെള്ളം കിട്ടാഞ്ഞത്. ഇതാദ്യമേ തന്നെ 3-5 പൈപ്പാണ് അങ്ങോട്ട് ഇട്ടിരുന്നെങ്കിൽ എല്ലാവർക്കും ഇനിയിപ്പോൾ കാലാകാലങ്ങളെ വീട് വരുന്നതാണ്. ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. പ്രദേശവാസികളും ഇക്കാര്യത്തിൽ കേരള പ്രണാമത്തോട് അഭിപ്രായങ്ങൾ പങ്കുവച്ചു. BJP വരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിലവിൽ പല രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ഭരിച്ചിട്ടും നമ്മളുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ലഭിച്ചിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു BJPയുടെ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ വികസനം എന്ന് പറഞ്ഞ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. പട്ടണത്തോട് പാലത്തിൻ്റെ കിഴക്കോട്ടുള്ള തോട് ഇവർ ആർക്കൊക്കെയോ വേണ്ടി അതൊരു കാനയാക്കി മാറ്റിയത് കൊണ്ടാണ് എടക്കൊച്ചിൽ ഇന്ന് നിലവിലത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം വെള്ളപ്പൊക്കവും അവരുടെ വീടുകളിൽ ഇത്രയധികം നാശനഷ്ടം ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നിങ്ങൾ ആ പാമ്പായ്മയിലൊക്കെ ചോദിച്ചാൽ ഞാൻ അവരോട് എങ്ങനെയാണ് ഇത്ര നാൾ കഴിഞ്ഞിരുന്നതെന്നും, കണ്ണങ്ങാട്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരോട് ചോദിച്ചാലും പറഞ്ഞുതരും. ഞാൻ അവരോട് ഏത് സമീപനമാണ് അവരോട് കാണിക്കുന്നതെന്നും, ഓടിയെത്താനായിട്ട് ഇവരെക്കാൾ മുമ്പ് ഞാൻ ഓടിയെത്തുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരു മാക്സിമം നരേന്ദ്രമോദിയുടെ നന്മയോടുകൂടി ഇവിടെ ഈ കൊച്ചിയിൽ ഈ 58ാം വാർഡിൽ കൃത്യമായിട്ടൊരു രൂപരേഖ എൻ്റെ മനസ്സിലുണ്ട്. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഞാൻ വാർഡിലുള്ള എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്.